തൃശ്ശൂരിലേക്ക് നമ്മൾ എത്തിയാൽ തൃശ്ശൂരിൽ നല്ലങ്കരയിലെ ഗുണ്ടാക്രമണം ഉണ്ടല്ലോ, പോലീസുകാരുടെ വാഹനങ്ങളൊക്കെ അടിച്ചു തകർത്ത പരിപാടി. അതിൽ ഇപ്പോൾ പരാതിയുമായി പ്രതികളുടെ അമ്മ. മക്കളും ഗുണ്ടകളും ആക്രമിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം പ്രതികൾ പോലീസിനെ ആക്രമിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. 4 ലക്ഷം രൂപയാണ് ജീപ്പ് തകർത്തതിലെ നഷ്ടം. കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്ത് ചികിത്സയിൽ തുടരുകയാണ്. ജേസൺ ചാമോളപ്പിലാണ് ഈ വാർത്ത ആദ്യം കേരളക്കരയെ അറിയിച്ചത്. ജേസൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജേസൺ, അതെന്തായാലും വല്ലാത്ത സംഭവമായിപ്പോയി, നല്ലങ്കരയിലെ പോലീസ് ജീപ്പ് ആക്രമിച്ച വാർത്ത. ഇപ്പോൾ അമ്മയ്ക്കൊരു പരാതിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ പിറന്നാൾ ആഘോഷിച്ച ആളുടെ അമ്മയ്ക്കാണോ പരാതിയുള്ളത്? എന്താണ് സംഭവം? ജേസൺ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്നലെ നാം ഇതേ സമയത്താണ് ഈ 3 പോലീസ് ജീപ്പുകൾ ആക്രമിക്കുകയും അതുപോലെ തന്നെ പോലീസുകാരെ ആക്രമിക്കുകയും അതിഭയാനകമായ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അക്രമത്തിൻ്റെ ഒരു വാർത്ത നാം നൽകിയത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമുക്ക് നൽകാനുള്ളത്. ഈ അക്രമത്തിൽ പങ്കാളികളായ അൽത്താഫും അത് ഉൾപ്പെടെയുള്ള 6 പേരുണ്ടായിരുന്നു. ആ ഒരു 6 പേരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. അതിലൊരാൾ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയാളാണ് പ്രധാനി ഇതിൽ, ഈ കൊലക്കേസിലെ പ്രതിയാണ് അയാൾ. അതേസമയം തന്നെ അൽത്താഫിൻ്റെ മാതാവാണ് ഇത് സംബന്ധിച്ച പരാതി പോലീസിൽ നൽകിയത്. അന്ന് മാതാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ പുലർച്ചെ ഇവരെല്ലാവരും കൂടി വീട്ടിലേക്ക്, സ്വന്തം മക്കളും ഗുണ്ടകളും ഉൾപ്പെടെ സ്വന്തം വീട്ടിലേക്ക് ലഹരിക്ക് അടിമപ്പെട്ട് വന്ന് വീട് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ ആ മാതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അടുത്തൊരു വീട്ടിലേക്ക് ചെന്നു. പിന്നീട് പോലീസിന് വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് പോലീസ് എത്തുന്നത്. ആ മാതാവ് തന്നെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തന്നെ മക്കളും അതുപോലെ തന്നെ ഗുണ്ടകളും ചേർന്ന് ആക്രമിച്ചെന്നതാണ് പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 പരാതികളാണ് ഈ കേസിലുള്ളത്. ഒന്ന് പോലീസിനെയും പോലീസ് വാഹനത്തെയും ആക്രമിച്ചു എന്നതും, അതോടൊപ്പം തന്നെ ഒന്ന് വീട്ടിൽ കയറി സ്വന്തം മാതാവിനെ ആക്രമിച്ചു എന്നുള്ളതുമാണ് 2 പരാതികൾ. ഇതിൽ ഒരാൾ കൂടി പിടികൂടാനുണ്ട്. ഇയാൾ കൈനൂർ സ്വദേശി ശിവ എന്ന ഒരാൾ കൂടി 7 പേരുണ്ടായിരുന്നു. അതിൽ കൈനൂർ സ്വദേശി ശിവയെ തിരയുകയാണ് പോലീസ്. ഇവരെല്ലാവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം വീട്ടിലേക്ക് പോലും അക്രമം അഴിച്ചുവിടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇന്നലെ നാം ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു. പോലീസ് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തു എന്നാണ് അതിൽ ഇപ്പോൾ ബ്രഹ്മജിത്ത് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഇരട്ടക്കൊലക്കേസിലെ പ്രതി തന്നെ പറയുന്നത്. പോലീസ് തങ്ങളെ കൈയും കാലൊക്കെ തല്ലിയൊടിച്ചു എന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾ തന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് വലിയൊരു സന്ദേശമായി ലഭിക്കട്ടെ എന്ന് തന്നെ ഒരു പക്ഷേ പോലീസിനുണ്ടായിരിക്കാം. കാരണം ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് കർശനമായ നടപടിയും വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യുന്നുള്ളൊരു സന്ദേശം പൊതുസമൂഹത്തിന്, ഈ ക്രിമിനൽ സംഘത്തിന് നൽകുക എന്നൊരു ഉദ്ദേശം കൂടി സത്യത്തിൽ അതുകൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാൾ അങ്ങനെ വിളിച്ചു പറയുന്ന സ്ഥിതി ഉണ്ടായത്. നന്നായി തന്നെ ഇനി മേലാൽ ആവർത്തിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോലീസ് കാര്യങ്ങളെല്ലാം ശുഭകരമായ കാര്യമായിട്ട് തന്നെ കാണണം. പോലീസ് വണ്ടിക്ക് ഡീസലും പെട്രോളും ഓടിക്കാനുള്ള പൈസ കാര്യമായിട്ട് തികയുന്നില്ല. ടയർ തന്നെ മുട്ടയാണ് പല വണ്ടിയുടെയും. അപ്പോഴാണ് ഇനി വീണ്ടും 4 ലക്ഷം രൂപയുടെ ബാധ്യത കൂടി ഗുണ്ടകൾ വരുത്തി വെച്ചിരിക്കുന്നത്. PDPP ആക്ട് ഉള്ളത് കൊണ്ട് പണം ഇവരിൽ നിന്ന് ഈടാക്കാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. താങ്ക് യു ജേസൺ. അപ്പോൾ നല്ല ചൂട് കാപ്പിയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് നിൽക്കുക. തൃശ്ശൂർ മഴയില്ലല്ലോ അല്ലേ? മഴ മാറി നിൽക്കാൻ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴ മാറി നിൽക്കുന്ന വെയിലിനൊരു സൗന്ദര്യം, ഒരു സുഖമുണ്ടല്ലോ. ഇപ്പോൾ തൃശ്ശൂർ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അത് രസമാണല്ലേ? ഈ മഴ പെയ്ത് തോന്നി നിൽക്കുന്ന ഒരു ഞായറാഴ്ച രാവിലെ ഈ തൃശ്ശൂരിൽ വടക്കുന്നാഥൻ്റെ അടുത്തേക്കൊക്കെ പോകാനൊക്കെ ഒരു പ്രത്യേക ഒരു സുഖമായിരിക്കും. രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് വടക്കുന്നാഥനെയൊക്കെ കണ്ട് ഇങ്ങനെ വരിക. നമ്മുടെ കുഴിയൊക്കെ അടച്ചായിരുന്നോ ജേസൺ? നമ്മുടെ അയാൾ വിഷ്ണു മരിച്ച കുഴി കുറേ നമ്മൾ ഇന്നലെ സത്യത്തിൽ നമുക്ക് ഈ വാർത്ത കൊടുത്ത് മടുത്തു കഴിഞ്ഞു. പക്ഷേ ആ മടുപ്പ് നമ്മളെ മടുപ്പ് മാത്രം പ്രശ്നമാക്കേണ്ടതില്ല. കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥ. ഇന്നലെ നാം ഉച്ചയ്ക്ക് 11 മണിക്ക് അവിടെ അവരുടെ ഈ മൺവെട്ടിയൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടാണ്, ഈ മൺവെട്ടി കൊണ്ടാണ് ഈ റോഡ് കുഴിയടക്കാൻ വേണ്ടി ഒരു തൊഴിലാളി വിട്ടിരിക്കുന്ന ആൾക്ക് അതിനുശേഷം കുറേശ്ശെ മണ്ണൊക്കെ കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചില ഭാഗങ്ങളിൽ മുരിങ്ങൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ അല്പം കൂടിയും സ്മൂത്തായി തുടങ്ങിയിട്ടുണ്ട്. ആമ്പല്ലൂരും എത്രയും പെട്ടെന്ന് പണി നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം അത്രയേറെ പ്രതിഷേധവും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ അതിൽ പെടാതെ പിന്തുടരുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തേ മതിയാവും അവർ. തീർച്ചയായിട്ടും ജേസൺ പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരുടെ വികാരമായി മാറിയില്ലല്ലോ ജേസന് സഹി കെട്ടിട്ട് ബൈക്കിന്റെ ഇതൊക്കെ മാറ്റിവെച്ച് ജേസൺ മൺവെട്ടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. വേണ്ടി വന്നാൽ ഈ മുണ്ട് മടക്കി കുത്താനും അറിയാം, കയ്യിലൊരു മൺവെട്ടി പിടിക്കാനും അറിയാം ജേസൺ ചാമോളപ്പിന്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ ഉഷാറായി നിൽക്കട്ടെ, കുഴികളൊക്കെ അടച്ചു വരട്ടെ. താങ്ക് യു ജേസൺ. മൈക്ക് മാത്രമല്ല പിടിക്കും നമ്മൾ. അതെ, മൺവെട്ടി പിടിക്കും. ഓക്കെ, ഉഷാറായി നിൽക്കട്ടെ ജേസൺ. താങ്ക് യു ജേസൺ.